നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അല്ലെങ്കിൽ റീൽസ് അല്ലെങ്കിൽ ഒരാൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകൾ എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ വീഡിയോ വരുന്ന സമയത്ത് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ, റീൽസ്, സ്റ്റോറി ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് സ്റ്റോറി വന്നിട്ടുണ്ടാകും. അത് എല്ലാ ആളുകളുടെ സ്റ്റോറിയും ഇവിടെ കാണിക്കുന്നുണ്ടാകും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. അപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് വീഡിയോകളൊക്കെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നല്ലൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നേരെ ബാക്കോട്ട് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ നേരെ മൂന്നാമത് കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത് സ്റ്റോറി ഉണ്ടാവും, ഡൗൺലോഡ് ഉണ്ടാവും, ഷെയർ ഉണ്ടാവും, കോപ്പി ലിങ്ക് എന്നുണ്ടാവും. ഇതിൽ ആദ്യത്തേത് നമ്മൾ സ്റ്റോറി ആക്കണമെങ്കിൽ നമുക്ക് എടുത്ത് സ്റ്റോറി കൊടുത്ത് സ്റ്റോറി ആക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഡൗൺലോഡാണ്. ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുന്നില്ല. ചില ആളുകൾക്കെങ്കിലും മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഡൗൺലോഡ് ബട്ടൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷെയർ എന്നുള്ളതോ അല്ലെങ്കിൽ കോപ്പി ലിങ്ക് എന്നുള്ളതോ കൊടുക്കുക. ഷെയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരും. അതിൽ കോപ്പി എന്നുണ്ടാകും. അതായത് ഈ വീഡിയോയുടെ ലിങ്ക് ആണ്. ഒന്നുകിൽ ആ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ ഈ ലിങ്ക് കോപ്പീഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നേരെ ഗൂഗിൾ ക്രോമിൽ പോവുക. നേരെ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ കൊടുക്കുന്നു. അതിൽ ഗൂഗിൾ വന്നിട്ടുണ്ടാവും. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ സ്റ്റോറി സേവർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്റ്റോറി സേവർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. അത് സെർച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വന്നിട്ടുണ്ടാകും. www.storysaver.net എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ storysaver.net എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. നേരെ സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് പേസ്റ്റ് വരും. പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴെ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഹ്യൂമൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടിക്ക് മാർക്ക് വരും. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ കാണുന്ന സേവ് ആസ് വീഡിയോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യണം. അത് ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് എത്ര മിനിറ്റ് ആണുള്ളത് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും ഡീറ്റെയിൽസ് ആയിട്ട്. സേവ് ആസ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ വന്നിട്ടുണ്ടാവും. ആ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫയൽ ഡൗൺലോഡഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കുന്നതാണ്. നേരെ നമുക്ക് ഗാലറിയിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ വീഡിയോ നമുക്ക് കാണുന്നതാണ്. ഗാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ട്. അത് വോയിസോട് കൂടിയാണ് നമുക്ക് സേവ് ആയിട്ട് കിട്ടുന്നത്.
ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ബട്ടൺ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഷെയറോ കോപ്പി ലിങ്കോ കൊടുത്ത് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയി പേസ്റ്റ് ചെയ്ത് വളരെ നിഷ്പ്രയാസം തന്നെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി റീൽസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. സൂരജ് ചോലക്കൽ എന്നാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.